സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ. സ്കന്ധം 1, അധ്യായം 5, 6, 7 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം: വിഷ്ണുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുവാൻ ബ്രഹ്മാവ് സൃഷ്ടിച്ചതെന്ത്? ബ്രഹ്മാവ് അതിനോട് പറഞ്ഞ് പ്രലോഭനം എന്തായിരുന്നു? ബ്രഹ്മാവ് മണ്ണിൽ ഉറച്ചിരിക്കുന്ന വില്ലിന്റെ അഗ്രം തീറ്റിക്കാമെന്ന് കരുതി ചിതലിനെ സൃഷ്ടിച്ചു. അഗ്രം ചിതല് തിന്നാലുടൻ നാൺ പൊട്ടി നിവർന്നുകൊള്ളും. അപ്പോൾ വിഷ്ണു നിദ്രയിൽ നിന്ന് ഉണരും. യജ്ഞ മധ്യത്തിൽ ഒരു ഭാഗം, അത് അംഗീകാരത്തിന്റെയും ഉന്നത പദവിയുടെയും ചിഹ്നമാണ്, അതായത് ഹോമദ്രവ്യം. രണ്ടാമത്തെ ചോദ്യം: ദേവിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയ അസുരൻ, അവൻ ആവശ്യപ്പെട്ട വരം. ഹയഗ്രീവൻ എന്ന മരണമെന്ന് ഒന്ന് ഇല്ലാത്തവനായി ആക്കിയാലും യോഗിയും ദേവാസുരന്മാരാൽ അജയനുമായി തീരണം. ഞാൻ ഹയഗ്രീവനിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്ന് എനിക്ക് മരണമുണ്ടാവരുത്. മൂന്നാമത്തെ ചോദ്യം: വിഷ്ണുവിന്റെ ശിരസിൽ ഹയശിരസ് ചേർത്ത് വെച്ചതാര്? ത്വഷ്ടാവ് എന്ന ദേവശില്പിയായ വിശ്വകർമ്മ. നാലാമത്തെ ചോദ്യം: വിഷ്ണു ഹയഗ്രീവനായതെന്തിന്? പാപിഷ്ടനും ക്രൂരനുമായ ഹയഗ്രീവൻ എന്ന അസുരനെ നിഗ്രഹിക്കുവാൻ വേണ്ടി. അഞ്ചാമത്തെ ചോദ്യം: ശ്രവണം എത്ര വിധം, ഏതെല്ലാം? ശ്രവണം 3 തരം: സാത്വികം, രാജസം, താമസം. അതായത് ഈ ശ്രവണം സാത്വികം എന്നത് 3 തരത്തിലുണ്ട്. സാത്വിക ശ്രവണം ഉത്തമം, മധ്യമം, അധമം. ഉത്തമം എന്നത് മോക്ഷപ്രദായമായ കാര്യങ്ങൾ കേൾക്കുന്നത്. മധ്യമം സ്വർഗാദി ഫലങ്ങൾ ലഭിക്കുന്ന ശ്രവണം കേൾക്കുന്നത്. അധമം ഭോഗപ്രദങ്ങളായ വിഷയത്തെക്കുറിച്ച് കേൾക്കുന്നത്. രണ്ടാമത്തത് രാജസ ശ്രവണം. അത് സാഹിത്യ ശ്രവണം എന്ന് പറയുന്നു. അത് 3 വിധം: ഉത്തമം, മധ്യമം, അധമം. ഈ രാജസ ശ്രവണത്തിന്റെ ഉത്തമം എന്ന സ്വഭാര്യയെ സംബന്ധിച്ചത് കേൾക്കുന്നത്. മധ്യമം എന്നാൽ വേശ്യാസ്ത്രീയെ സംബന്ധിച്ചത് കേൾക്കുന്നത്. അധമം എന്നാൽ അന്യന്റെ ഭാര്യയെ സംബന്ധിച്ചത് കേൾക്കുന്നത്. മൂന്നാമതായ താമസ ശ്രവണം എന്നാൽ യുദ്ധവാർത്ത, അതല്ലെങ്കിൽ പരദോഷം കേൾക്കുന്നത്. അത് 3 വിധം: ഉത്തമം, മധ്യമം, അധമം. ഉത്തമം ആയ താമസ ശ്രവണം യുദ്ധത്തിന് നേരിട്ട് വരുന്നവരോട് യുദ്ധം ചെയ്യുന്ന വാർത്ത കേൾക്കുന്നത്. മധ്യമം പാണ്ഡവാദികളെ പറ്റി വിദ്വേഷത്തോടെ ചെയ്യുന്ന യുദ്ധത്തെക്കുറിച്ച് കേൾക്കുന്നത്. അധമം ഒരു കാരണവും കൂടാതെ വഴക്കും ശണ്ടയും കുറിച്ച് കേൾക്കുന്നത്. ആറാമത്തെ ചോദ്യം: വിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്നും ജനിച്ച അസുരന്മാർ. മധു, കൈടഭൻ. ഏഴാമത്തെ ചോദ്യം: മധുവും കൈടഭനും ദേവിയിൽ നിന്ന് നേടിയ വരം ഇതാണ്: ഞങ്ങൾ ഇച്ഛിക്കുമ്പോഴേ മരണം സംഭവിക്കാൻ പാടുള്ളൂ. ഇച്ഛിച്ച വിധത്തിൽ മാത്രമേ മരണം സംഭവിക്കാൻ പാടുകയുള്ളൂ. ദേവന്മാരോ ദൈത്യന്മാരോ ജയിക്കുകയും ചെയ്യരുത്. എട്ടാമത്തെ ചോദ്യം: അസുരന്മാരെ കണ്ട് പേടിച്ച ബ്രഹ്മാവ് ആരെ ശരണം പ്രാപിച്ചു? ജനാർദ്ദനൻ എന്ന വിഷ്ണുവിനെ മനസാ ശരണം പ്രാപിച്ചു. ഒൻപതാമത്തെ ചോദ്യം: ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ ആർക്ക് അധീനതരാണ്? യോഗനിദ്രയ്ക്ക്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.